ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ ബേസിൽ നായകനായി എത്തിയ പൊന്മാൻ റിലീസായിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് കണ്ട് പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ബേസിലിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു സൂപ്പർ ഹിറ്റ് തന്നെയാണ് പൊന്മാൻ. ഒരു പക്ക ഡ്രാമ മൂവിയാണ്. എന്നിരുന്നാൽ പോലും തമാശയ്ക്ക് പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. എങ്കിലും ചില തമാശകൾ നമ്മൾ അറിയാതെ ചിരിച്ച് മണ്ണ് കപ്പിൽ പോകുന്ന രീതിയിലുള്ള തമാശകളാണ്. സിനിമയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ചെറിയ നർമ്മം അവർ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ഗോൾഡിനെ അടിസ്ഥാനപ്പെടുത്തി വരുന്ന ഒരു കഥയാണ്. ഒരു ഗോൾഡ് സെയിൽസ്മാനും അതുപോലെ ഒരു കുടുംബവും ഗോൾഡിന് വേണ്ടി പെട്ടുപോകുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യം അവർ പച്ചയായി തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിലിൻ്റെ അഭിനയം ഒന്നും പറയാനില്ല. വളരെ പെർഫെക്റ്റ് ആൻഡ് അമേസിംഗ് ആയിട്ടുള്ള അഭിനയമാണ് ബേസിൽ ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സജിൻ ഗോപു, അതുപോലെ തന്നെ ലിജിമോൾ ജോസ് വളരെ പക്കയായിട്ടുള്ള അഭിനയമാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. സമൂഹത്തിന് വളരെ വാല്യുബിളായിട്ടുള്ള ഒരു മെസ്സേജാണ് ഈ സിനിമ സമ്മാനിക്കുന്നത്. എന്തായിരുന്നാലും ബേസിൽ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഹിറ്റുകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനമായി പൊന്മാനും. ഉറച്ച തീരുമാനമാണ് ജീവിതത്തിൽ നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ശക്തിയോ മറ്റുള്ള ഒന്നും കാര്യമല്ല. ആ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള നല്ല ഒരു മൂവി തന്നെ. സിനിമയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ അടുത്തെന്ത് സംഭവിക്കും അല്ലെങ്കിൽ അത് നേടിയെടുക്കുമോ എന്ന ചിന്ത നമ്മളെ മനസ്സിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ബോറടിയുമില്ലാതെ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് പൊന്മാൻ. പറഞ്ഞാൽ ജീവിതത്തിൽ സ്വർണത്തിൻ്റെ പ്രാധാന്യം, സ്വർണം നമ്മുടെ ജീവിതത്തിൽ വില്ലനായി മാറുന്ന ഒരു സാഹചര്യത്തെ പച്ചയായി തന്നെ അവരതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും കുടുംബ പ്രേക്ഷകർക്കും കുട്ടികൾക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഇത് ഇഷ്ടപ്പെടും. കുടുംബ പ്രേക്ഷകർ ഈ സിനിമ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ശ്രമിക്കുക. വളരെ നല്ല മൂവിയാണ്. ഓക്കെ, താങ്ക് യു, ബൈ.